നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനം. 56 പുതിയ പോളിംഗ് ബൂത്തുകളാണ് കൂട്ടുന്നത്. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. അതേസമയം വിഷയത്തിൽ എതിർപ്പുമായി UDF രംഗത്തെത്തി. 1100-ൽ പരം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വിഭജിച്ച് പുതിയ ബൂത്തുകൾ ഉണ്ടാക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചതായി ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചു. തീരുമാനത്തിൽ എതിർപ്പുമായി UDF രംഗത്തെത്തി. പോളിംഗ് ബൂത്തുകൾ വർദ്ധിപ്പിക്കുന്നത് കൃത്രിമം നടത്താനാണെന്ന് UDF ആരോപിച്ചു. ഇനിയിപ്പോൾ ഈ 258 വോട്ടർ പട്ടിക ബൂത്ത് ആകുമ്പോൾ അതിനനുസരിച്ച് വോട്ടർ പട്ടിക ഉണ്ടാക്കണം, അതിനനുസരിച്ച് ബൂത്തുകൾ അറേഞ്ച് ചെയ്യണം. അവിടെ ഒന്നും ഈ അഡീഷണൽ വരുന്ന 54 ബൂത്തിലും BLA പോസ്റ്റ് ഉണ്ടാവില്ല, BLO ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വോട്ടർ പട്ടികയിലും കൃത്രിമങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഭയപ്പാട് ഞങ്ങൾക്കുണ്ട്. എന്നാൽ പോളിംഗ് ദിവസത്തെ തിരക്ക് കുറയ്ക്കാൻ കൂടുതൽ ബൂത്തുകൾ തയ്യാറാക്കുന്നത് ഉചിതമാണെന്ന് LDF പ്രതികരിച്ചു. തീരുമാനത്തിന് ഞങ്ങൾ LDF സ്വാഗതം ചെയ്യാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 7 മണി 8 മണി 9 മണി വരെ പോളിംഗ് നീണ്ടിട്ടുണ്ട്. അതൊന്ന് കുറഞ്ഞു കിട്ടും, ജനങ്ങൾക്ക് സൗകര്യപ്രദമാവും. മണ്ഡലത്തിൽ നിലവിൽ 204 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 56 ബൂത്തുകൾ കൂടി കൂടുന്നതോടെ ബൂത്തുകളുടെ എണ്ണം 260 ആകും. മണ്ഡലത്തിൽ ഏപ്രിൽ 8-നുള്ളിൽ ഫീൽഡ് പരിശോധന പൂർത്തിയാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.